നമ്മുടെ കോഴികളൊക്കെ വിരിഞ്ഞില്ലേ, അതിന് നമ്മൾ സെയിൽ ചെയ്യണം. സെയിൽ ചെയ്യാൻ പോണ്. ആള് വന്നിട്ടുണ്ട്. നമ്മുടെ അയൽവക്കത്തെ ആളെ കേട്ടാ. നമ്മള് സ്ഥിരമായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളെ മേടിക്കുന്ന ആളാണ്. എണ്ണിക്കോട്ടാണ്ട്. അപ്പൊ ഇങ്ങനെയാണ് കോഴികള് വിൽപ്പന നടത്താം അല്ലേ? 3 ദിവസം 2 ദിവസം പ്രായമായത് 3 ദിവസം പ്രായമായും ഉള്ള കുട്ടികളുണ്ട്. 2-3 ദിവസം പ്രായമായി അല്ലേ? 2 ദിവസം 3 ദിവസം കൊണ്ടുപോയി ചൂടെ കൊടുത്താൽ ഉഷാറായിക്കോളല്ലേ? ഇപ്പൊ മനസ്സിലായി, ആർക്കും ജോലി ഇല്ലാതെ വിഷമിക്കേണ്ട ആവശ്യം കേട്ടാ. അങ്ങനെ ചെറിയ ചെറിയ സംരംഭമൊക്കെ ചെയ്യണമെങ്കിലേ അത്യാവശ്യം ചെറിയ പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാട്ടാ. അതൊക്കെ വേറെ തൊഴിലൊക്കെ ഉണ്ട്. ആ തൊഴിലിന്റെ സൈഡ് വഴിയെ ചെയ്യുന്നതാണ്. നമ്മൾ ഇവിടുന്ന് മുൻപും മേടിച്ചിട്ട് പോയിട്ടുണ്ടാ? ആള് മേടിച്ചു. അത് ഇൻക്യുബേറ്റർ കൊണ്ടുപോയാണ്. നമ്മളിത് ഇൻക്യുബേറ്റർ കൊണ്ടുപോയതാണ് കേട്ടോ. നമ്മുടെ ഇൻക്യുബേറ്റർ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല റിസൾട്ട് ഇല്ലേ? നമുക്ക് കിട്ടുന്ന മുട്ടയെ പോലെ ഇരിക്കൂല്ലേ? നല്ല മുട്ട കിട്ടിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട്. നല്ല റിസൾട്ട്. അപ്പൊ ഞങ്ങള് വിരിച്ചിറക്കിയത് ആദ്യം ഇയാളെ തന്നെയാണ് ഓർത്ത് വിളിച്ചത്. അപ്പൊ എന്തായാലും എത്ര കുഞ്ഞുങ്ങളുണ്ട്? കുഴപ്പമില്ല. അത് കുഴപ്പമില്ല കേട്ടാ. നമ്മുടെ കയ്യില് 50 മുട്ട വെച്ചിട്ട് ഒരു 45 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് 45 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഇത് വലുതായ ശേഷേ 2 കോഴി തരണ്ട വലുതാകുമ്പോ. ഓക്കെ, ശരി ശരി. ശരി ശരി ശരി.